ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ തന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു നിർത്തിയത് ജൂൾസ് ലോ, ഹീറ്റ് ഇക്വേഷൻ, H=I²RT. അപ്പോൾ ഞാനിന്ന് കുറച്ച് ഹീറ്റിനെ കുറിച്ചൊന്ന് ഡിഫൈൻ ചെയ്ത് പഠിപ്പിക്കാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അയച്ചു തന്നാൽ എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു, ഈ ടെക്സ്റ്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു വേഗമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ മറ്റേ അടുത്ത ചേച്ചിയുടെ മോൻ അല്ലെങ്കിൽ ആൻറ്റിയുടെ മോൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്ത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം കുറവാണ്. സ്വന്തമായിട്ടുള്ള തീരുമാനമുള്ളവർ എനിക്ക് തോന്നുന്നു ഒരു 25% ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്താ പറയുക, അച്ഛനും അമ്മയും ഓർ ഡിപ്പെൻഡ് ഓൺ സമ്മൺ എൽസ്, അവരുടെ തീരുമാനം വെച്ചിട്ടായിരിക്കും പഠിക്കാൻ വന്നത്. സോ നിങ്ങൾ കാണുന്നത്, അതായത് കാണുന്നതേ നിങ്ങൾക്ക് എന്താണ് പറയുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ തോന്നത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് വല്ലവരും പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ തേടി പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ എന്ന് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആരാവണം എന്നുള്ളത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു തൊഴിലാക്കി എടുക്കരുത്. എഡ്യൂക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ഒരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ അതിനെ കാണാവുള്ളൂ. അതിനുശേഷം 10ാം ക്ലാസ്സിന് ശേഷം എഡ്യൂക്കേഷൻ എന്നുള്ളത് സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ കാണാവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലായിരിക്കും 10ാം ക്ലാസ്സിന് ശേഷം ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും 50% തൊഴിലധിഷ്ഠിതവും 50% എഡ്യൂക്കേഷനിലായിരിക്കണം ചിന്ത വരേണ്ടത്. അല്ലാതെ ഫുൾ എഡ്യൂക്കേഷനിലേക്ക് വരാം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ഏതൊക്കെ ഇക്വേഷൻസ് ആണെന്നുള്ളത് ഞാനിവിടെ നിന്ന് എഴുതിയതാണ്. അപ്പോൾ V=IR എന്നുള്ള ഇക്വേഷൻ ഓംസ് ലോ, അതുപോലെ തന്നെ Q എന്ന് പറയുന്ന IT എന്നുള്ള ഇക്വേഷൻ, W എന്ന് പറഞ്ഞ QV എന്ന് പറയുന്ന ഇക്വേഷൻ, ആൻഡ് P എന്ന് പറയുന്നത് W/T. പിന്നെ ഹീറ്റ് എന്ന് പറയുന്നത് വർക്കാണെന്നത് ഉള്ള ആ ഒരു നോളജ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൾസ് ലോ എന്ന് പറയുന്നത് H=I²RT എന്നാണ്. ഓക്കെ, ജൂൾസ് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്, അല്ലാതെ H=V²T/R അല്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇത് പറയാത്തതെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഹൈ റെസിസ്റ്റൻസ് ആയിട്ടുള്ള നിക്രോം എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ I²RT എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞായിരുന്നു H=I²RT എന്ന് പറയുന്നത് I കൂടുമ്പോൾ H കൂടും. R/D കോൺസ്റ്റൻ്റ് ആയിരുന്നാലും, അതായത് കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ R ഉം T യും ഒരേപോലെ സെയിം ആണെന്നുണ്ടെങ്കിൽ, അതിനൊരു വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ടൈം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ടൈം ആണെന്നുണ്ടെങ്കിൽ, അവിടെ കറണ്ട് കൂടുന്നുണ്ടെങ്കിൽ ഹീറ്റ് കൂടും. അതുപോലെ തന്നെ നമുക്ക് വേറെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, കറണ്ട് ഒരേപോലെയുള്ള കറണ്ടാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ റെസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻസ് ആണ്, അതായത്
റെസിസ്റ്റൻസ് കൂടുകയാണ്, കറണ്ട് ഒരേപോലെയാണ്, ടൈമും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ഹീറ്റ് കൂടും. കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, കറണ്ട് കുറവാണെന്നല്ല പറഞ്ഞ, കറണ്ട് കോൺസ്റ്റൻറ്റും ടൈമും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ, റെസിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഹീറ്റായിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ടും കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കറണ്ട് ഒരേപോലെ കറണ്ട് പോകുന്നത്, റെസിസ്റ്റൻസ് ഒരേപോലെയാണ്. റെസിസ്റ്റൻസ് കൂടെ കുറയാന്ന് ചെയ്യുന്നില്ല, ഒറ്റ റെസിസ്റ്റൻസ് ആണ്. കറണ്ട് ഒരേപോലെ പോകുന്നത്. കുറേ നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം കൂടുന്തോറും ഹീറ്റും കൂടും. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഒരുപാട് നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചൂടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ടിൻ്റെ എഫക്റ്റ് കാരണമാണ് മൊബൈലൊക്കെ ചൂടാകുന്നത്. അത്ര സിമ്പിളായിട്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മൊബൈൽ ചൂടാകുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഇങ്ങനൊരു ഡ്രോയിങ് കിടപ്പുണ്ട്. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കിനകത്തോട്ട് വരയ്ക്കുകയാണ്. അതായത് ഒരു ബാറ്ററി, ഒരു സ്വിച്ച്, റിയോസ്റ്റാറ്റ്, അമ്മീറ്റർ, കോപ്പർ കോയിൽ എന്നാണ് അവർ പറയാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നിക്രോം കോയിൽ, ബീക്കറിനകത്ത് വെള്ളം, അടുത്ത ബീക്കറിനകത്ത് വെള്ളം. എ ഇതാണ്, ബി ഇതാണ്. അതുപോലെ തന്നെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന കോയിൽസ് ഇതാണ്. പി ക്യു എന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്ന മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആർ എസ് എന്ന് പറയുന്നത് കോപ്പർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എയും ബിയിലും ഉള്ള ഏതിനാണ് ഹീറ്റ് കൂടുതൽ വരുന്നത്? ഹീറ്റ് കൂടുതൽ വരുന്നത് ഏതിനാണ്, എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കൂട്ടി കഴിയുമ്പോൾ ഈ എയിലും ബിയിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ ടൈം കൂട്ടി കഴിയുമ്പോൾ എയിലും ബിയിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഓരോന്നായിട്ട് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കോണം, ഇത് സീരീസ് കണക്ഷൻ. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു ചോദ്യം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് 13ാമത്തെ പേജിൽ. ആ ചോദ്യം കൂടെ ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പോകാം. അതിലൊരു വോൾട്ടേജ് തന്നിട്ടുണ്ട്, 2 വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഒന്ന് V1 230, അതുപോലെ തന്നെ R1 1150 ഓം. അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട് T1 5 മിനിറ്റ്. V2 എന്ന് പറയുന്ന സെയിം വോൾട്ടേജ് തന്നെയാണ്. R2 എന്ന് പറയുന്നത് 460 ഓമാണ്. T2 എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ജൂൾ പെർ സെക്കൻഡ്, അതിനു മുമ്പ് ഡയമെൻഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്കൊരു 10 രൂപ തന്നു. അപ്പോൾ നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതി വെക്കണം അത് 10 എന്ന് പറഞ്ഞു. 10 എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് രൂപ എന്ന് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്തുവാണെന്നുള്ള അത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമായിരിക്കും. 10 എന്നുള്ളൊരു നമ്പർ മാത്രമായിരിക്കും. രൂപയായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും രൂപയാണെന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ വോൾട്ടേജും അത് കണക്ക് പല സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആ നമ്പർ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരാൾക്ക് നോക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവത്തില്ല. അത് ജസ്റ്റ് നമ്പറായിട്ട് അയാൾക്ക് തോന്നും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ വേറൊരാൾക്ക് അതായത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടില്ല, മറ്റൊരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ.
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്, എന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനകത്ത് വോൾട്ടുണ്ട്, കറണ്ടുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെന്താ ക്യൂ ഉണ്ട്, ടി ഉണ്ട്, ടൈമുണ്ട്, വർക്കുണ്ട്, പവറുണ്ട്, ഹീറ്റുണ്ട്. ഓക്കെ, ഈ VIR ആണ് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, അതായത് അതാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. ഈ ബാക്കിയുള്ള ഈ സാധനങ്ങളെല്ലാം ഇലക്ട്രിസിറ്റിക്ക് മാത്രമല്ല വേറെ പലതിനും ഇത് ആപ്ലിക്കബിളാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയമെൻഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് യൂണിറ്റാണ്. ഐ മീൻ അമേരിക്കൻ യൂണിറ്റ് ഉണ്ട്, ബ്രിട്ടീഷ് യൂണിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അളവിന് പറയുന്നത് സെൻറ്റിമീറ്റർ കണക്കാണെങ്കിൽ, മീറ്റർ കണക്കാണെങ്കിൽ ബ്രിട്ടീഷിൽ അത് അടിക്കണക്കിനായിരിക്കും പറയുന്നത്, ഫീറ്റിലായിരിക്കും പറയുന്നത്. ഐ മീൻ അമേരിക്കയിൽ അത് അടിക്കണക്കിനായിരിക്കും പറയുന്നത്, ഫീറ്റ്, ഇത്ര ഫീറ്റ്, ഇഞ്ചസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പം അതിനാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന SI യൂണിറ്റാണ്. SI യൂണിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാരൻഹൈറ്റിനെക്കാട്ടി. അപ്പോൾ അമേരിക്കൻസ് ഫാരൻഹൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഇത്ര വോൾട്ട് തന്നിട്ടുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്ത് V എന്നും പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ തന്നെ കറണ്ടിന് ആംപിയർ എന്നും പറഞ്ഞുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് റെസിസ്റ്റൻസിന് ഓം എന്ന് പറയുന്നത് അത് ഈ എന്താണ് പറയുന്നത്, ഇത് ഗ്രീക്ക് ലാംഗ്വേജാണ്. അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ചാർജിന് കൂളംബ് എന്ന് പറയുന്നത്, ടൈമിന് സെക്കൻഡ്സ്. അപ്പോൾ നമ്മൾ മിനിറ്റിലും അവറിലൊക്കെ തരുവാണെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് അവർ അവർ കണക്ക് ചോദിക്കും, അല്ലെങ്കിൽ മിനിറ്റ് കണക്ക് ചോദിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഒന്നും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ സെക്കൻഡായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ചോദിക്കുന്ന ചോദ്യം ഏതിൽ ഉത്തരം വരണം എന്നവർ ചോദിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം ടൈമിനെ ഏതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കേണ്ടത്. ഒന്നിനോട്ടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടതാണ് സെക്കൻഡിലോട്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ വർക്കിന് ജൂൾസാണ് J. പവറിന് വർക്ക് ബൈ ടൈം ആയതുകൊണ്ട് ജൂൾ പെർ സെക്കൻഡാണ്. പക്ഷേ ഇത് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ ജൂൾ പെർ സെക്കൻഡ് എന്നും പറഞ്ഞെടുക്കത്തില്ല, അതിന് പറയുന്നതാണ് വാട്ട്സ്, W എന്ന് പറയും. ഹീറ്റിന് സെയിം ജൂൾ J തന്നെ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ വോൾട്ടിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റിനകത്തുനിന്ന് നമ്മൾ ഉത്തര പേപ്പറിനകത്തോട്ട് എഴുതുമ്പോൾ അത് ഞാൻ ഒരു കണക്ക് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് നമ്മൾ ആൻസർ ഷീറ്റിലോട്ട് എഴുതി വെക്കുമ്പോൾ തന്നെ മാർക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നാണ്. അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഒരു ഏകദേശം ധാരണ നമുക്കുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചോദ്യത്തിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പേപ്പറിനകത്തോട്ട് എഴുതി വെക്കുമ്പോൾ വിത്ത് ഡയമെൻഷൻ എഴുതി വെക്കുമ്പോൾ അതിന് കുറച്ച് മാർക്കുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, ഞാൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ട് ഇത്ര ഉണ്ട് അല്ലേ, രണ്ടിടത്തും നോക്കിക്കഴിഞ്ഞാൽ വോൾട്ട് സെയിം ആണ്, പക്ഷേ റെസിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ടൈമും സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ, വോൾട്ടും ടൈമും കോമൺ ആണ് അല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹീറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, ഹീറ്റ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പം ഹീറ്റ്, ഐ മീൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞായിരുന്നു. ഇവിടാണ് ജൂൾസ് ലോ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണക്ക് ഞാൻ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നില്ല, അത് നിങ്ങൾ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H = V²T/R എന്നുള്ളതിനകത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ H1 എന്ന് പറയുന്നത്, ഇതിൻ്റെ H1 എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, 13,800 ജൂൾസ് ആവും.
H2 എന്ന് പറയുന്നത് 34,500 എന്ന് പറയുന്ന ജൂളാവുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചത്? H1-നകത്തുള്ളത് റെസിസ്റ്റൻസ് കൂടുതലായിരുന്നു അല്ലേ, ഇതിനകത്തുള്ളത് കുറവുമായിരുന്നു. അപ്പോൾ നേരെ വിപരീതമല്ലേ ഇവിടെ സംഭവിച്ചത്? റെസിസ്റ്റൻസ് കൂടിയപ്പോൾ ഹീറ്റ് കുറഞ്ഞ്, റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഹീറ്റ് കൂടി. അപ്പോൾ അവിടെ നമുക്ക് പൊതുവേ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി വരാം. അപ്പോൾ ഇവിടാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് വോൾട്ടിനെയും കറണ്ടിനെയും കുറിച്ചൊരു കഥ പറഞ്ഞായിരുന്നു, ഒരു ടാങ്കും അതിനകത്ത് വെള്ളമായിട്ട്. വോൾട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മീഡിയമായിട്ട് നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ടാങ്ക്, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് വോൾട്ട്. വോൾട്ട് കൂടിയെന്നും പറഞ്ഞുകൊണ്ടോ കുറഞ്ഞെന്നും പറഞ്ഞോ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയെന്നും പറഞ്ഞുകൊണ്ടോ വോൾട്ട് വെച്ച് നമ്മൾ ഒരിക്കലും ഹീറ്റിനെ താരതമ്യം ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ആണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്, അല്ലാതെ ഇതല്ല ജൂൾസ് ലോ. അപ്പോൾ ജൂൾസ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടും. I² RT എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കുറഞ്ഞതും കൂടിയതും ആയിട്ട് വന്നത് എന്നുള്ള ഒരു ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. വോൾട്ടേജ് സെയിം ആണ് അല്ലേ, വോൾട്ടേജ് സെയിം ആണ്. ഇത് നിങ്ങൾ ഈ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്തുവാ? IR എന്ന് പറയുന്നൊരു ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കല്ലോ, I = V/R എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. അങ്ങനെ വെച്ച് ഈ I കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ സെയിം ഉത്തരം തന്നെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതിനകത്ത് I എന്ന് പറയുന്നത് കുറവാണ്, H1-നകത്തുള്ള I കുറവാണ്, H2-നകത്തുള്ള I കൂടുതലുമാണ്. മനസ്സിലായോ? അതൊന്ന് നോക്കിക്കളയാം. ഇതെന്ന് പറയുന്ന VI എന്ന് പറയുന്ന 230/1150 I1. I2 എന്ന് പറയുന്നത് 230/460 അതെന്ന് പറയുന്നത് 1/2. ഇതെന്ന് പറയുന്നത് 230/1150 എന്ന് പറയുന്നത് 1/5 അതെന്ന് പറയുന്നത് 0.2 ആംപിയറും 0.5 ആംപിയറാണ്. 0.2ഉം 0.5 നോക്കുമ്പോൾ ഏതാ കൂടുതൽ? 0.5 ആണ് കൂടുതൽ. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ജൂള് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കൂടുമ്പോഴാണ് ഹീറ്റ് കൂടുന്നത്. അതായത് കറണ്ട് അതിനകത്തൂടെ പാസ് ചെയ്താൽ മാത്രമേ ഹീറ്റ് കൂടുള്ളൂ. കറണ്ട് പാസ് ചെയ്തില്ല, കറണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് കൂടില്ല. റെസിസ്റ്റൻസ് എന്തോ ആയിക്കോട്ടെ, അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്ത് പോകണം. കറണ്ട് പാസ് ചെയ്ത് പോയാൽ മാത്രമേ ഹീറ്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം വെച്ചിട്ട് നമ്മൾ ചോദിക്കും. കോപ്പർ വെച്ചാൽ പോരെ കോയിലായിട്ട്? കോപ്പർ ആകുമ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്, അതിനകത്തൂടെ കറണ്ട് തോനെ പാസ് ചെയ്യുകയും ചെയ്യും. നിക്രോം ആണെങ്കിൽ നിക്രോം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കറണ്ട് കുറച്ചേ പാസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ അത് ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ള സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ നിക്രോമിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 675 ഓമും, കോപ്പറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.688 ഓമാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ, ഇത്രയാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. ഇനി വേറൊരു കഥ പറഞ്ഞുതരാം. കോപ്പർ എന്ന് പറയുന്ന സംഭവം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിഡൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. പ്രത്യേകിച്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഓക്സിഡൈസേഷൻ ഉണ്ട്, വെറ്റ് ഓക്സിഡൈസേഷൻ ഉണ്ട്. ഡ്രൈ ഓക്സിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വെക്കാതെ ചൂടായി കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സിഡൈസേഷൻ സംഭവിച്ചിട്ട് അതിനകത്ത് കെമിക്കൽ റിയേഷൻ ഉണ്ടായിട്ട് റെസിസ്റ്റൻസ് കൂടാൻ ചാൻസ് ഉണ്ട്, തീ കത്തിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ നിക്രോം എന്ന് പറയുന്ന NiCr എന്നുള്ളൊരു വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിക്രോമിന് NI എന്ന് പറഞ്ഞാൽ നിക്കലായതുകൊണ്ട്
നമ്മളത് ഉപയോഗിക്കത്തില്ല. NiCr എന്ന് പറയുന്ന സംഭവമാണ് നിക്രോമിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നിക്രോമിന് എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെറ്റ് ഓക്സിഡൈസേഷനും ഇല്ല. വെറ്റ് ഓക്സിഡൈസേഷൻ, ഡ്രൈ ഓക്സിഡൈസേഷൻ. വെറ്റ് ഓക്സിഡൈസേഷനും ഇല്ല, ഡ്രൈ ഓക്സിഡൈസേഷനും ഇല്ല എന്നല്ല, ഒരു പരിധി വരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്രോമിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അത് ഉരുകി, അതായത് സോളിഡ് സബ്സ്റ്റൻസിൽ നിന്ന് ലിക്വിഡ് സബ്സ്റ്റൻസിലോട്ട് ആവുന്നതിനാണ് മെൽറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ടാവുന്നതിനാണ് മെൽറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലോട്ടാവുന്നതിനാണ് വേപ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഐസ് ഉരുകി വെള്ളമാവുന്നതിനാണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ വെള്ളം ചൂടായി ആവിയാവുന്നതിനാണ് എന്താണ് പറയുക, വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിക്രോമിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 1200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, കോപ്പറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 ചില്ലുവാനാണ് ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉരുകിപ്പോകും. അപ്പോൾ നോക്കിക്കോണം, 1400-ഉം 1100-ഉം. ഞാൻ പറഞ്ഞു നിക്രോമാണ് എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഹീറ്റിംഗ് കോയിലായിട്ട് റെസിസ്റ്റൻസ് കുറവുള്ള കോപ്പർ എടുത്തുകൂടെ എന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്കായത്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് ഈ കോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ഇലക്ട്രിസിറ്റി നല്ലപോലെ കടന്നു പോകും, ചൂടാവും, 1100 ആകുമ്പോൾ അത് പഴുക്കും. ഓക്കെ, 1100 വരെ ആവണമെന്നൊന്നുമില്ല, അതിനു മുമ്പേ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പോകും. അതായത് ഓക്സിഡൈസേഷൻ സംഭവിച്ചിട്ട് കത്തിപ്പിടിക്കും, തീ കത്തും അതിനകത്ത്. ഓക്കെ, ഈ നിക്രോം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടുതലുള്ളൊരു സംഭവമാണ്. ഈ നിക്രോമിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് നോക്കിയാൽ നിക്രോമിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്രോമിനകത്ത് 80% നിക്കലും 20% ക്രോമിയമാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുക, ഈ സ്റ്റീൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അയൺ തന്നെയാണ് സ്റ്റീൽ, പക്ഷേ സ്റ്റീലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് SS യൂണിറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു കഥയുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എപ്പോഴും ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ഇത് തുരുമ്പിക്കുന്നു, അത് സ്റ്റീലല്ല എന്ന് പറയരുത്. സ്റ്റീലിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റീലിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ ഹാർഡ്നെസ്സും അതുപോലെ തന്നെ ഈ കൊറോഷൻ റെസിസ്റ്റൻസും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ 90% അയൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 10% എന്ന് പറയുന്നത് കാർബണും പിന്നെ ഈ ക്രോമിയം ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഈ ക്രോമിയം ആഡ് ചെയ്യുന്ന സ്റ്റീലിനെ പറയുന്നതാണ് എന്താണ് പറയുക, അയണിനകത്ത് ക്രോമിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രോമിയം അങ്ങനത്തെ സ്റ്റീലാണ് നമ്മൾ ഈ അണ്ടർ വാട്ടർ, അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വെസൽസ്, കപ്പലുണ്ടാക്കാൻ അല്ലെങ്കിൽ ഓഫ് ഷോർ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്റ്റീല് കടലിൽ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ വെള്ളത്തിനകത്ത് എന്തൊക്കെ ഉപ്പുണ്ട്, വെള്ളമുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തത് എയറും ഓക്സിജനും ഒരേപോലെ വേണം. എയർ വേണം, അതായത് വെള്ളത്തിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ തുരുമ്പ് പിടിക്കും. അപ്പോൾ അത് ഒരു പരിധി വരെ നിർത്തലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോമിയം കണ്ടൻറ്റ് അതിനകത്തുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ തുരുമ്പിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്രോമിയം എന്ന് പറയുന്ന സംഭവം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സംഭവമുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അതിനകത്ത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന, അതായത് ക്രോമിയം എന്ന് പറയുന്ന സംഭവം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ വെയർ ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമിയം ഉപ്പുമായിട്ട് ആണ് അത് വലുതായിട്ട് എന്താണ് പറയുക
കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാത്ത, അതായത് ഒരു കെമിക്കൽ പ്രോപ്പർട്ടി അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് ഔപ്പായിട്ട് എന്താണ് പറയുക, ഉള്ളിലുള്ള അയണിനെ ചീത്തയാക്കാൻ അത് നോക്കത്തില്ല. അതൊരു ലെയറായിട്ട് കിടന്നിട്ട് അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് കടലിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ കിച്ചൺ വെയറിൽ എന്തൊക്കെയാണ്, കിച്ചൺ വെയറിൽ നമ്മൾ ആസിഡ്സ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ സിട്രിക് ആസിഡ്, നാരങ്ങ നീര്, പിന്നെ ഓയിൽ ടൈപ്പ് ഓഫ് ആസിഡാണ് അത്. പിന്നെ എന്തൊക്കെയാണ്, വിനേഗർ, അത് കണക്കുള്ള സാധനങ്ങളൊക്കെ, ആൽക്കലിയും ആസിഡും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് നമ്മൾ കിച്ചൺ വെയറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ക്രോമിയം കണ്ടൻ്റുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ കിച്ചൺ വെയറിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ക്രോമിയം കണ്ടൻ്റുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റ് അതിനകത്തോട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റ് ഒട്ടിപ്പിടിക്കത്തില്ല. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ക്രോമിയം കണ്ടൻ്റ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും, ഒട്ടിപ്പിടിക്കും. ക്രോമിയം കണ്ടൻ്റ് ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കിച്ചൺ വെയറിൽ ക്രോമിയം കണ്ടൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് ക്രോമിയം കണ്ടൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. അതുപോലെ തന്നെ ഈ നിക്കലും ക്രോമിയവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നത്, ക്രോമിയം അതിനകത്തുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഈ നിക്കലിനകത്ത് ഞാൻ പറഞ്ഞ 80% ആൻഡ് 20% ക്രോമിയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 1.5% അയണും കൂടെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ നിക്രോമിന് NiFeCr എന്നും കൂടെയുള്ളൊരു പേരിൽ ഷോർട്ട് ഫോമിൽ അറിയപ്പെടും, അല്ലെങ്കിൽ സിമ്പിൾ ഫോമിൽ NiCr എന്ന് പറഞ്ഞുള്ള ഫോമിൽ നമ്മൾ അറിയപ്പെടുത്തുള്ളൂ. അപ്പോൾ അതിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡൈസേഷൻ കുറവാണ്. പിന്നെ നിക്രോമ് സ്റ്റീലും എടുത്തു കഴിഞ്ഞാൽ സ്റ്റീലിനെക്കാട്ടി കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് നിക്രോമിനായിരിക്കും. നോക്കണം, റെസിസ്റ്റൻസ് കൂടുതൽ സ്റ്റീലിനെക്കാട്ടി നിക്രോമിനായിരിക്കും റെസിസ്റ്റൻസിൻ്റെ കേസിൽ. അതേസമയം മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ കേസിലാവുമ്പം സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1500 ഡിഗ്രി സെൽഷ്യസോളം ആയാലേ സ്റ്റീൽ ഉരുകത്തുള്ളൂ. നിക്രോം 1400 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ അവിടെ ഉപയോഗിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിക്രോമിന് സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലക്കുറവാണ്. വിലക്കുറവായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ നിക്രോം ഈ കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കൊരു 3 സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് റേറ്റ് കുറവാണ്, ലോ കോസ്റ്റാണ്. ഓക്കെ, മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓക്സിഡൈസേഷൻ ഇല്ല, ആബ്സെൻസ് ഓഫ് വെറ്റ് ഓക്സിഡൈസേഷൻ. അതുകൊണ്ടാണ് നമ്മൾ നിക്രോം ഇതിനകത്ത് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോപ്പർ നമ്മൾ എടുക്കാത്തതെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് അതിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ തിക്നെസ്, അതായത് നിക്രോമിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കോപ്പർ അവിടെ എടുക്കാത്തത്? കോപ്പർ ചെറിയൊരു വയറാണെങ്കിൽ തന്നെ ഇതിനകത്ത് റെസിസ്റ്റൻസ് കൂടുതലാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ പെട്ടെന്ന് ചൂടായി ഉരുകും. അതേസമയം ഇതേ സെയിം തിക്നെസ്സിലുള്ള നിക്രോം വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, പ്രോപ്പർട്ടീസൊക്കെ ഇത് തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ കൂടുതൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും, കത്തിപ്പോകത്തില്ല. അത് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ 1200 ഡിഗ്രി സെൽഷ്യസിലോട്ട് പോയി കഴിഞ്ഞാലും നിക്രോം 1200 ഡിഗ്രി സെൽഷ്യസിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേ കണക്ക് തന്നെ പഴയ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരാൻ അതിന് സാധിക്കും, മനസ്സിലായി? ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഒരു ഹീറ്റർ ഇപ്പോൾ നമ്മൾ മേടിച്ചോ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഓവനല്ല, ഇലക്ട്രിക് കുക്കർ നമ്മൾ മേടിച്ച് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിക്രോം യൂസ് ചെയ്തിട്ടില്ല എന്ന് വെക്കുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിക്രോം ഓൺ ആക്കുന്ന സമയത്ത്, അതായത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഈ കുക്കർ ഓൺ ആക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ചൂടായി കഴിഞ്ഞ് പിന്നെ പഴയ സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തൊരു വൈറ്റ് കോട്ടിങ് അതിനകത്ത് വരും. അത് വേറൊന്നുമല്ല, ഈ ക്രോമിയം അറ്റ്മോസ്ഫിയറിക് ക്രോമിയം അതിനകത്ത് ഓക്സിഡൈസേഷൻ ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊരു ലെയർ ഉണ്ടാവുന്നതാണത്. ആ ലെയർ വന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ള നിക്കലിനെ അത് ബാധിക്കത്തില്ല. നിക്കലിനെ പിന്നെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടും പിന്നെ അതുമല്ല അത് ആ കോട്ടിംഗ് ആയിട്ട് വരുന്നതുകൊണ്ട് പിന്നീട് ഓക്സിഡൈസേഷൻ അതിനകത്ത് നടക്കത്തില്ല. അപ്പോൾ അതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒരാൾ എന്തുകൊണ്ടാണ് ഹീറ്റർ ഇതിനകത്ത് നിക്രോം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ കോപ്പർ ഉപയോഗിക്കാത്തത്, റെസിസ്റ്റൻസ് കുറവുള്ള കോപ്പർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിക്കാണുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. ഈ റിയോസ്റ്റാറ്റ് എന്തോന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണ്. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പർ കോയിൽ വൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരെണ്ണം ബാറ്ററിക്കകത്തോട്ട് കണക്ട് ചെയ്തേക്കും, ഒരു എൻഡ് ബാറ്ററിക്കകത്തോട്ട് കണക്ട് ചെയ്യത്തില്ല, പിന്നെ അതിന് കണക്ഷൻ ഇല്ല. ഈ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂവിങ് കോയിൽ വെച്ച് മൂവിങ് കോപ്പർ സബ്സ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അത് കണക്ട് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും കറണ്ട് ഐ കുറയും. ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഐ കൂടും. അപ്പോൾ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കറണ്ട് കിട്ടും. അത് അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ സാധനം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് കിട്ടും, ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഇങ്ങോട്ട് പോകുന്തോറും കറണ്ട് കുറയും, ഇങ്ങോട്ട് പോകുന്തോറും കറണ്ട് കൂടും. അടുത്തടുത്ത് വരുമ്പോൾ ബാറ്ററി ഇവിടാണ് വെച്ചേക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ കറണ്ട് കൂടും, ഇപ്പുറത്ത് വരുമ്പോൾ കറണ്ട് കുറയും. അതുപോലെ തന്നെ ഈ അമ്മീറ്റർ കണക്ട് ചെയ്തേക്കുന്നത് അമ്മീറ്റർ അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്ത് ഇത് കോപ്പർ കോയിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കോപ്പർ കോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് നിക്രോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീരീസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സീരീസിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കയറിനകത്ത് 2 റെസിസ്റ്റർ നമ്മളിങ്ങനെ കെട്ടി വെച്ചേക്കുന്നു. ഒറ്റ കയറിനകത്ത് 2 റെസിസ്റ്റർ, അതായത് ഒരെണ്ണം നമ്മളിങ്ങനെ കെട്ടി പിന്നെ ഒരെണ്ണം ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നു. പാരലൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കയർ എടുത്തിട്ട് നമ്മൾ 2 റെസിസ്റ്റൻസ് കെട്ടി വെച്ചേക്കുന്നു. അതുപോലെ തന്നെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വയറിനകത്തൂടെ കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് എന്ന് പറയുന്ന സംഭവം. പാരലൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയറിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് കണക്ഷനകത്ത് കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ചേഞ്ച് ചെയ്യും, വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. ഓക്കെ, അത് മറ്റേ പൈപ്പിൻ്റെ കേസ് ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നല്ല ഫ്ലോ ആയിരിക്കും. നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ആദ്യം ചെന്ന് പൈപ്പ് തുറക്കുമ്പോൾ നല്ല ഫോഴ്സ് ആയിരിക്കും, പക്ഷേ എല്ലാവരും കൂടെ വന്ന് പൈപ്പ് തുറക്കുമ്പോൾ ഇച്ചിരി വെള്ളം വരത്തുള്ളൂ. അതേ സെയിം കൺസെപ്റ്റ് തന്നെ ഒരു പൈപ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കറണ്ട് സെയിം ആയിരിക്കും, വെള്ളമൊക്കെ വരുന്നത് ഒരേപോലെ തന്നെ ആയിരിക്കും. ഒരേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിനകത്തൂടെ പാസ് ചെയ്യും, പക്ഷേ ഫോഴ്സ് കുറവായിരിക്കും. മനസ്സിലായോ? വെള്ളം കിട്ടും, പക്ഷേ ഫോഴ്സ് കുറവായിരിക്കും. അങ്ങനെ വോൾട്ടേജ് കുറഞ്ഞ് വരുമ്പോൾ, അതായത് ഈ ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം കുറഞ്ഞ് വരുമ്പോൾ അങ്ങ് അറ്റത്തെ പൈപ്പിനകത്ത് പിന്നെ വെള്ളം കുറച്ച് വരത്തുള്ളൂ. അപ്പോൾ അയാൾക്ക് കൈ കഴുകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അവിടെ നിൽക്കണം. അതാണ് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. സെയിം സംഭവം. അതുപോലെ തന്നെ ഈ പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ടാങ്കിൽ നിന്ന് പല പൈപ്പുകളാണ് ഓരോ പൈപ്പിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ ആ ഫോഴ്സ് കിട്ടും, പക്ഷേ വെള്ളം കുറവായിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷേ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് വരും. അത് ഓരോ റെസിസ്റ്റർ, അതായത് ഓരോ പൈപ്പിൻ്റെയും സൈസ് അനുസരിച്ചിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്ന കറണ്ട്. ഓരോ വയറിൻ്റെയും അല്ലെങ്കിൽ ഓരോ വയറിൻ്റെയും റെസിസ്റ്റൻസ് കണക്കിരിക്കും ഓരോരുത്തർക്ക് കിട്ടുന്ന കറണ്ട്. അപ്പോൾ ആ കറണ്ട് സ്പ്ലിറ്റ് ആയിരിക്കും, പക്ഷേ എല്ലാവർക്കും ഒരേപോലെ കിട്ടും. അതായത് ഒരേപോലെ വീതിച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറയത്തില്ല, ഒരേ ഫോഴ്സ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ഒരേ ഫോഴ്സിലായിരിക്കും വെള്ളം കിട്ടുന്നത്, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കഥകൾ പറയാനുണ്ട്. കഥകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ കണക്ഷനാണ്, സീരീസ് കണക്ഷൻ അല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് സീരീസ് കണക്ഷൻ
നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്, പാരലൽ കണക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ചോദ്യം നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. ക്വസ്റ്റ്യൻ മാർക്ക് നിന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. 0.2 ആണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ എന്തായാലും കറണ്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് നമ്മൾ പേപ്പറിനകത്തോട്ട് എഴുതാം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് 200 ohm എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 6 തന്നിട്ടുണ്ട്, ഐ ഉണ്ട്, 6 ഉണ്ട്, ടൈമും ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അവർ ചോദിച്ചേക്കുന്ന ചോദ്യം ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ്, ഹീറ്റ് എത്ര ഉണ്ടായി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹീറ്റ് ഡെവലപ്ഡ് ഉണ്ട്, ഹീറ്റ് ഡിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്നത്. ഹീറ്റ് ഡിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറന്തള്ളിയ സാധനത്തിനാണ്. അതിപ്പോൾ പഠിക്കത്തില്ല, ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ അത് പഠിക്കും. അപ്പോൾ ഈ ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്ന സംഭവം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വെറും ആ ഇക്വേഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ I²RT, കറണ്ടാണല്ലോ തന്നേക്കുന്നത്, I²RT അങ്ങോട്ട് അതിനകത്തുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഇക്വേഷനാണ് I²RT എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്തോ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്, കറണ്ട് തന്നിട്ടുണ്ടല്ലേ 0.2 ആംപിയർ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കണക്ക് എഴുതുമ്പോൾ എപ്പോഴും വൃത്തിയിലാണ് അതിൻ്റെ മാർക്ക് ഇരിക്കുന്നത്. അതായത് ഈക്വൽ ടു ഒക്കെ ഇടുമ്പോൾ കറക്റ്റ് താഴെ തന്നെ ഇടണം. പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് R = 200 ohm. അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട് 5 minutes. അതെന്ന് പറയുന്നത് 5 × 60 seconds, ദാറ്റ് ഈസ് 300 seconds. ഓക്കെ, എന്നിട്ട് നമ്മളിതൊരു ബോക്സിനകത്താക്കി. ഇത്ര എഴുതുന്നതിന് തന്നെ എനിക്കൊന്ന് മാർക്ക് തരും. ഞാൻ പഠിച്ച സമയത്തൊക്കെയാണെന്നെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിന് തന്നെ മാർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തൊക്കെയുണ്ട് അതങ്ങ് എഴുതിയിടുക. I = V/R. പിന്നെ നമുക്കറിയാവുന്ന ഇക്വേഷൻസ്, അതായത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് H = I²RT എന്നുള്ളൊരു ഇക്വേഷൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിലുള്ള സിറ്റുവേഷൻ ഞാൻ പറയാൽ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ അറിഞ്ഞുകൂടാത്തൊരു ഇക്വേഷൻ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട ആ ചെറിയ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ I = V/R എന്നുള്ള ഇക്വേഷൻ അറിയാം, V = IR എന്നുള്ള ഇക്വേഷൻ അറിയാം. ഞാൻ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞിരിച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഏതറിയാം, Q അറിയാം, IT ആണെന്നറിയാം, W എന്ന് പറയുന്നത് QV ആണെന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതറിയാം, പവർ എന്ന് പറയുന്നത് W/T ആണെന്നറിയാം. പിന്നെ H എന്ന് പറയുന്നത് W ആണെന്നറിയാം. അപ്പോൾ H എന്ന് പറയുന്നത് W ആണെന്നറിയാം. H എന്ന് പറയുന്നത് W എന്ന് പറയുമ്പോഴത്തേക്കും H എന്ന് പറയുന്നത് Q × V ആണ്. ഈ Q × V എന്ന് പറയുന്നത് Q എന്തോന്ന് നമുക്കറിയാം, IT ആണ്. അപ്പോൾ VIT ആണ്. ഓക്കെ, V ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് V എന്നുള്ളത് മാറ്റിയിട്ട് എന്തോ ആക്കണം, മൊത്തം I ഉം R ഉള്ളതാക്കണം. അപ്പോൾ Vക്ക് അറിയാം എങ്ങനെയാണ് IR ആണെന്നറിയാം. അപ്പോൾ IR × IT, I²RT. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ എക്സാം കേസ് വരുമ്പോൾ ഇക്വേഷൻസ് നമ്മൾ തന്നെ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ആ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കും. H = I²RT. എന്താണ് I²ൻ്റെ എല്ലാം കൊടുക്കും. 0.2 2. അതുപോലെ തന്നെ നമ്മളെപ്പോഴും സെക്കൻഡിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കണം. ഇത് മിനിറ്റാണ് കൊടുത്തത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 seconds ആണ്. അതുകൊണ്ടാണ് 5 × 60 കൊടുത്തത്. എന്നാലേ നമുക്ക് ആ സെക്കൻഡ്സിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. 0.2² × 200 × 300 seconds. വേറെ സിമ്പിളല്ലേ? അപ്പോൾ അതിന് ഒരു ഉത്തരം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6, പിന്നെ 0.2² എന്ന് പറഞ്ഞാൽ 4, 6 2400 ആയിരിക്കാം. അപ്പോൾ ഈ Hന് ഈ 2400 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഒരു 5 മാർക്കുള്ള ചോദ്യത്തിനാണെങ്കിൽ 3 4 മാർക്ക് കിട്ടും. ഈ സംഭവം കൂടെ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഈക്വൽ ടു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരേ ലെവലിൽ എഴുതണം. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വൃത്തിയാണ് നോക്കേണ്ടത്. വൃത്തി ഉണ്ടെങ്കിൽ ആ കണക്കിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഇക്വേഷൻ അറിഞ്ഞുകൂടാന്നും പറഞ്ഞുകൊണ്ട് ഉത്തരം എഴുതാതിരിക്കരുത്. അപ്പോൾ അങ്ങനെ